ഇന്നും പലർക്കും അറിയാത്തൊരു കാര്യമാണ് വാട്സപ്പിലെ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനെ കുറിച്ച്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും അപ്ഡേറ്റുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അപ്ഡേഷനിലൂടെ ലഭിക്കുന്നതായിരിക്കും. ഈ ഡിസപ്പിയറിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതല്ല, കുറച്ച് മുമ്പേ വന്നതാണ്. എങ്കിലും ഇത് അറിയാത്ത ആളുകളും ഉണ്ട്. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇത് അറിയാത്തവരുമുണ്ട്. ആ അറിയാത്തവർക്കുള്ള വീഡിയോ ആണിത്. ഇതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്താണ് ഡിസപ്പിയറിംഗ് മെസ്സേജ്, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇത് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അതൊന്ന് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് മുഴുവൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോയിലോട്ട് പോകും എന്ന് പറഞ്ഞ ടൈമർ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം വാട്സപ്പിലേക്ക് പോകുന്നു. വാട്സപ്പിലേക്ക് പോയിട്ട് വലത് ഭാഗത്ത് കാണുന്ന 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വലത് ഭാഗത്ത് കാണുന്ന ആ 3 ഡോട്ട്, ആ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. സെറ്റിങ്സ് ഏറ്റവും ലാസ്റ്റായിട്ട് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെ നമ്മൾ പ്രൈവസി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രൈവസിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്ന് പറയുന്ന ഓപ്ഷൻ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഞാനിവിടെ 7 ഡേയ്സിനാണ് കൊടുത്തിട്ടുള്ളത്. അത് നോക്കാം, നമുക്കതിൽ കയറി നോക്കാം. ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ. ഓക്കെ, ഇതിൽ ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്ന് പറഞ്ഞാൽ 24 hours കൊടുത്തിട്ടുണ്ട്, 7 days കൊടുത്തിട്ടുണ്ട്, 90 days കൊടുത്തിട്ടുണ്ട്, ഓഫ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് മെസ്സേജ് ഡിസപ്പിയർ ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഓഫ് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ അത് ഡിലീറ്റ് ചെയ്യേണ്ടത്, അതിൽ വരുന്ന നമ്മുടെ മെസ്സേജസിൽ വരുന്നത് എപ്പോഴാണോ ഡിലീറ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. 90 ദിവസമാണ് 90 ദിവസം കൊടുക്കാം. 7 days വേണം 7 days കൊടുക്കുക. 24 മണിക്കൂറുകൊണ്ട് നിങ്ങൾക്ക് മെസ്സേജ് ഡിലീറ്റ് ആയി പോകണമെങ്കിൽ, നിങ്ങൾക്കത് ഡിസപ്പിയർ ആയി പോകണമെങ്കിൽ നിങ്ങൾക്കത് 24 hours കൊടുക്കാം. ഇനി അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പിൽ ആ മെസ്സേജ് ആ സമയത്തിനുള്ളിൽ അത് ഡിസപ്പിയറിംഗ് ആയി പോകുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു. വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവും, അവരിലേക്ക് എത്തിച്ച് കൊടുക്കുക. ചിലപ്പോൾ അറിയാത്തവരായിട്ടും ഉണ്ടാവും ഇത്. അപ്പോൾ ഇനിയും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.